നമസ്കാരം. ഉള്ളത് പറയാം. ഗവർണറും സർക്കാരും തമ്മിൽ ഏത് തർക്കം വന്നാലും UDFന്റെ ആദ്യ പ്രതികരണം ഇത് കുറെ കണ്ടതാണ് എന്നാണ്. വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറും സർക്കാരും കൊമ്പ് കോർത്തപ്പോഴും ഇത് തന്നെയായിരുന്നു പ്രതിപക്ഷം പറഞ്ഞത്. അത് തന്നെ സംഭവിച്ചു. കേസും വഴക്കും മുടക്കിയ കാശും എല്ലാം മറന്ന് മുഖ്യമന്ത്രിയും ഗവർണറും യോജിച്ചു. ഇളിഭ്യരായത് ഡോക്ടർ സിസ തോമസിനെ സർവകലാശാലയിൽ കാലുകുത്തിക്കില്ലെന്ന് ശപഥം ചെയ്തിരുന്ന SFI കുട്ടികൾ. ഇങ്ങനെ ഈ സർവകലാശാലക്കകത്ത് ഇരുന്നു പോകാം എന്നാണ് VCയും VCയുടെ രാജാവെന്ന് VC കരുതുന്ന ഗവർണറും വിചാരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട ഗവർണർമാരെ, ഇത് കേരളമാണ്, ഓർത്തോളണം എന്ന് പറയാൻ SFI ആഗ്രഹിക്കുക. ഇത് കേരളമാണ്, സമര പോരാട്ടങ്ങളുടെ പൈതൃകമുള്ള കേരളമാണ്. അങ്ങനെ RSSന് പുറംവാതിലൂടെ വന്ന് പിടിച്ചുകൊണ്ട് ഉള്ള സമരക്കരുത്തല്ല ഈ കേരളത്തിന്റെ സമരക്കരുത്ത് നടന്നത്. ചാൻസലർ എന്ന് അദ്ദേഹം ഓർക്കേണ്ടത്, ചാൻസലർ അദ്ദേഹത്തെ ആരാണാക്കിയത്? അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അദ്ദേഹം രാജ്ഭവനിലേക്ക് വന്ന് കയറിയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തുവിട്ടതാണ് ചാൻസലർ പദവി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷനൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ ഗോവയിൽ പോയി അന്വേഷിച്ചാൽ മതി. മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കുറേ നാൾ നടന്നതാണ്. ആര്? രാജേന്ദ്ര അർലേക്കർ ഗോവയിൽ. അങ്ങനെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഗോവൻ തീരത്തൂടെ തെക്ക് വടക്ക് നിരാശനായി അലഞ്ഞു നടന്നപ്പോഴാണ്, ഇനി മോനെ, നീ ഇനി മുഖ്യമന്ത്രിയാവണ്ട, നിനക്ക് ഞാൻ നല്ലൊരു പദവി തരാം എന്ന് പറഞ്ഞ് രാജ്ഭവനിലെ കസേരയെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ BJP, ഗോവയിലെ BJPക്കാരോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി കസേര കിട്ടാത്തതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ, കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ കേരളത്തിൽ വന്നല്ല കരഞ്ഞു തീർക്കേണ്ടത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം കരയേണ്ടത് BJPയുടെ ഓഫീസിൽ പോയിട്ടാണ്. അല്ലാതെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇടയ്ക്ക് ഈ പണിയും കൊണ്ട് നടന്നാൽ അങ്ങനെ വെറുതെ വിടാനും നമ്മൾ തീരുമാനിച്ചു. ഗവർണറുമായുള്ള പോരിൽ മുഖ്യമന്ത്രി ഒത്തുതീർപ്പിലെത്തിയത് പാർട്ടിക്കും ഇഷ്ടമായില്ല. പാർട്ടി സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യമുണ്ടായി. പാർട്ടിയും സർക്കാരും സംഘപരിവാറിന് കീഴടങ്ങുന്നു എന്ന UDF ആരോപണത്തിന് ബലം കൂടുമെന്ന ആശങ്ക ഉയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ ചോദ്യം ഉയർന്നത് തന്നെ വലിയ കാര്യമാണ്. എന്നാൽ പാർട്ടിക്ക് മുകളിലാണെന്ന് മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി തെളിയിച്ചു. വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുമായി ധാരണ ഉണ്ടാക്കിയതിൽ മാറ്റമില്ല. മന്ത്രിമാർ ലോക് ഭവനിൽ പോയിട്ട് നടക്കാത്ത കാര്യം മുഖ്യമന്ത്രി പോയി സാധിച്ചു. ഒരു ദിവസം രാവിലെ 2 തവണ ഗവർണർ എന്നെ വിളിക്കുകയാണ്. ഞാൻ വിളിക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു തവണയല്ല, 2 തവണ അദ്ദേഹം വിളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് പറഞ്ഞു, ഇങ്ങനെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അപ്പം തന്നെ തിരിച്ചു വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്, യൂണിവേഴ്സിറ്റി VCയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗവർണർ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഞാനൊരു മുട്ടാപ്പോക്ക് നയം സ്വീകരിക്കുന്നത് ശരിയാണോ? നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമായൊരു കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാഗമായി യൂണിവേഴ്സിറ്റികൾ ശാന്തമായ അന്തരീക്ഷത്തിൽ പോകണം. അതിന് ഈ നില തന്നെ തുറന്നും സ്വീകരിച്ചു പോകണം എന്ന് അദ്ദേഹത്തോട് ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹവും അത് അംഗീകരിക്കുന്ന നിലയാണുണ്ടായത്. അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ നീക്കാം എന്ന് തന്നെ പറയുന്ന നിലയുണ്ടായി. അങ്ങനെയാണത് അവസാനിച്ചത്. ഇനി ഒരു കാര്യവും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് പറയാം. സർക്കാരിന് ഇഷ്ടമില്ലാത്ത ഡോക്ടർ സിസ തോമസിനെയും ഗവർണർക്ക് ഇഷ്ടമല്ലാത്ത സജി ഗോപിനാഥിനെയും പരസ്പരം ഇഷ്ടപ്പെട്ട് വൈസ് ചാൻസലർമാരാക്കി. ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ആക്കിയത് CPMന് ചിന്തിക്കാൻ പോലും ആകാത്തതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ താൽക്കാലിക VC ആയി നിയമിച്ച സിസ തോമസ് സംസ്ഥാന സർക്കാരിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമായി ആ പദവി ഏറ്റെടുത്തത് മുതൽ CPMന്റെയും അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനയുടെയും കണ്ണിലെ കരടാണ്. ആ വ്യക്തി അതേ സർവകലാശാലയിൽ വന്ന് ചുമതല ഏറ്റെടുത്തത് പാർട്ടിയെയും SFIയെയും പരിഹാസ്യരാക്കി. പകരം സജി ഗോപിനാഥിനെ ഡിജിറ്റൽ VC ആക്കാൻ ഗവർണർ സമ്മതിച്ചെന്ന ന്യായം ഈ ക്ഷീണം മാറ്റാൻ ഉതകുന്നതല്ല. സുപ്രീം കോടതിയുടെ ഇടപെടൽ കൂടി വിശദീകരിച്ച് പാർട്ടിയിലെ ചോദ്യം മുഖ്യമന്ത്രി പ്രതിരോധിച്ചു. സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയും വൈസ് ചാൻസലർമാർക്കെതിരായിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും കൊടുത്ത പരാതികൾ, ആരോപണങ്ങൾ എന്തുകൊണ്ട് ഇത് ആവിയായി പോയി? അതൊക്കെ ആവിയായിപ്പോയി. പെട്ടെന്ന് 19-ാം തീയതി സുപ്രീം കോടതി ഫൈനലായിട്ട് തീരുമാനിക്കാൻ വരുന്ന മുമ്പേ പെട്ടെന്ന് ഒന്നിച്ചിരുന്ന് ആവിയായിപ്പോയി.
അന്തർധാരയുടെ ഭാഗം തന്നെയല്ലേ ഇതും? മുകളിൽ നിന്ന് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടാവുമല്ലേ ഇത് തീർക്കാൻ? ഇതെങ്ങനെയും തീർക്കാൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ വീണ്ടും പോകുന്നതിന് മുമ്പേ ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയറാണ് അന്തർധാര. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, ജനങ്ങളെ അവർ വിഡ്ഢികളാക്കണം. കാരണം ഇതിനകത്ത് വേറൊരു പോയിന്റ് ഉള്ളത്, ഗവർണറെ പോലുള്ള ഒരാൾ ആക്ഷേപം ഉന്നയിക്കുന്ന ഒരാളെ, അതും കൃത്യമായിട്ട് പരാതി പറഞ്ഞ ആക്ഷേപം ഉന്നയിക്കുന്ന ആളെ വീണ്ടും നിയമിക്കാൻ ഗവർണർ കൂട്ടുനിൽക്കുകയാണ് ഭരണഘടനാ തലവൻ. മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഡൽഹിയിൽ ചെന്ന് നിൽക്കുകയാണ്. അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറയാലോ അവിടെ ഒപ്പിടും. പോളിറ്റ് ബ്യൂറോ അറിഞ്ഞിട്ടില്ല, സെക്രട്ടേറിയറ്റ് അറിഞ്ഞിട്ടില്ല, ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ല, സ്റ്റേറ്റ് കമ്മിറ്റി അറിയാതെ ആ PMCയിൽ ഒപ്പുവെച്ച് എന്നിട്ട് ക്യാബിനറ്റിൽ വന്നിരുന്നിട്ട് ആ പാവൻ രാജനും 4 CPI മന്ത്രിമാരും ഒരിക്കലും ഒപ്പുവെക്കരുത് എന്ന് പറയുമ്പോൾ ഒപ്പുവെച്ചിട്ട് വന്നിരിക്കുന്ന കാര്യം പോലും പറയാതെ അവരെ പറ്റിച്ച ആളാണ്. ആദ്യം CPM പറയട്ടെ. പിണറായി വിജയനും അതോടൊപ്പം തന്നെ MV ഗോവിന്ദൻ മാസ്റ്ററും ഗവർണറെ താലോലിക്കുകയും പിന്തുണയ്ക്കുകയും അല്ലേ ചെയ്യുന്നത്. ഞങ്ങളെ അങ്ങ് വിട്. ഞങ്ങൾ ഇതിനൊക്കെ നേരത്തെ എതിരാണ്. നേരത്തെയുള്ള ഗവർണറുടെ കാര്യത്തിലും ഈ ഗവർണറുടെ കാര്യത്തിലും ഒന്നും ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. ഗവർണർ എന്ന് പറയുന്നത് BJPയുടെ ഒരു ഏജന്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷം വിടാൻ തയ്യാറായിട്ടില്ല. സംഘ് പരിവാർ CPM ഒത്തുതീർപ്പ് ആരോപണം കൂടുതൽ ബലപ്പെടുത്തും. ചോദ്യങ്ങൾ പലതാണ്. മുഖ്യമന്ത്രി ലോക് ഭവനിൽ പോയി ഇങ്ങനെയൊരു കൂടിക്കാഴ്ചയിൽ എല്ലാം തീരുമായിരുന്നുവെങ്കിൽ എന്തിന് ഇത്രയും കാലം വലിച്ചു നീട്ടി? എന്തിന് സുപ്രീം കോടതി വരെ കേസ് വാദിച്ച് ലക്ഷങ്ങൾ പൊടിച്ചു? എന്തിന് സെർച്ച് കമ്മിറ്റിക്കായി ഇത്രയും പണം മുടക്കി? ഒടുവിൽ സംഘ് പരിവാറിന് മുന്നിൽ മുട്ടുമടക്കി. പ്രതിപക്ഷ ആരോപണത്തിന് ബലം നൽകി പാർട്ടി സെക്രട്ടേറിയറ്റിലെ ചോദ്യങ്ങൾ. PM ശ്രീയിലെ അതേ അന്തർധാര VC നിയമനത്തിലും. PM ശ്രീയിൽ തിരുത്തൽ ശക്തിയായി CPIക്ക് വരേണ്ടി വന്നു. ഇവിടെ ഘടകകക്ഷികളിൽ നിന്ന് എതിർപ്പുണ്ടാകാത്തത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ഇനിയും തർക്ക കേന്ദ്രങ്ങളാക്കേണ്ട എന്ന ഉദ്ദേശത്തിലാണ്. PM ശ്രീയിൽ CPI ഉന്നയിച്ച അതേ കാര്യമാണ് VC നിയമനത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നത്. പ്രത്യേക സാഹചര്യത്തിൽ എടുക്കേണ്ടി വന്ന തീരുമാനമെന്ന ഒറ്റ വാചകത്തിൽ മുഖ്യമന്ത്രി ആ ചോദ്യങ്ങൾ അവസാനിപ്പിച്ചു എന്ന് മാത്രം.